നമസ്തേ. രാജ്യവളർച്ചയുടെ ഭാഗമായി സേവാകാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വളരെ വലിയ പങ്കുണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ മിലിന്ദ് പരന്തെ സാമൂഹികമായ കാര്യങ്ങളിൽ വേണ്ട ഇടപെടലുകൾ നടത്തി സ്ത്രീകളുടെ ഉന്നമനത്തിനും അതോടൊപ്പം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി മാതൃശക്തി പ്രവർത്തിക്കണമെന്നും രാജ്യനന്മയുടെ ഭാഗമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. आज अपने देश को अपने को विश्व में सर्वश्रेष्ठ बनाना है और अपने समाज को भी विश्व में सर्वश्रेष्ठ बनाना है, तो उसमें एक पक्ष जो आता है वह आर्थिक पक्ष आता है और अपने समाज में जो वर्ग अत्यंत कमज़ोर है, द वीकर सेक्शंस ऑफ द सोसाइटी, तो उनके उत्थान के लिए हमने काम करना ये एक बहुत बड़ा महत्व का विषय है और इसलिए सेवा का काम, इसमें मातृशक्ति की बहुत बड़ी भूमिका है. ഇന്ന് നമ്മുടെ ദേശത്തിനെ, നമ്മുടെ നാടിനെ സർവശ്രേഷ്ഠമാക്കുക എന്നത് ഏറ്റവും മുഖ്യമാണ്. സമാജത്തിനെയും സർവശ്രേഷ്ഠമാക്കുക എന്നത് അതിൽ പ്രധാനമാണ്. ധനപരമായുള്ളൊരു പക്ഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഏറ്റവും ദുർബലമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മഹത്തരമായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സേവാകാര്യം. സേവാകാര്യത്തിലൂടെ സമാജത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതിൽ മാതൃശക്തിക്ക് മുഖ്യ പങ്ക് വഹിക്കാവുന്നതാണ്. മെയ് 9 മുതൽ 12 വരെ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക് സ്കൂളിൽ നടന്നുവരുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് മാതൃശക്തി സംസ്ഥാന പ്രശിക്ഷൺ വർഗിന്റെ 2ാം ദിവസത്തെ ബൗദ്ധികിൽ രാഷ്ട്രപുരോഗതിയിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃശക്തി സംസ്ഥാന സംയോജിക മിനി ഹരികുമാർ അധ്യക്ഷത വഹിച്ച ബൗദ്ധികിൽ സഹസംയോജിക സോന സ്വാഗതം അറിയിച്ചു. മാതൃശക്തി സംസ്ഥാന സമിതി അംഗം ലളിത ശ്രീകുമാറിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മാതൃശക്തി പാലകുമായ MK ദിവാകരൻ തുടങ്ങിയവർ സാക്ഷ്യം വഹിക്കുകയും നിരവധി ശിക്ഷാർത്ഥികളും 8ഓളം ശിക്ഷകമാരും പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തിലെ അമ്മമാർ നേരിടുന്ന പ്രതിസന്ധികളെ പരിഹരിക്കുവാനും വിശ്വാസങ്ങളിലൂന്നി ആചാരക്രമങ്ങളെ ശീലിപ്പിച്ച് കുടുംബ ഭദ്രത കൈവരിക്കുവാനും അതിലൂടെ ഹൈന്ദവ കുടുംബങ്ങളുടെ ഏകീകരണം സാധ്യമാക്കുകയുമാണ് മാതൃശക്തിയുടെ ഉദ്ദേശലക്ഷ്യം. കേരളത്തിൽ ആയിരക്കണക്കിന് അമ്മമാർ മാതൃശക്തിയിൽ അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട്.